لا بفعل. لا، كل يوم بعد العصر انا بكون فاضي، انا بكون. أنا بكون فاضي. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി. كل يوم أنا بعد ما همزة أنا بكون فاضي. ബക്കൂൻ കേട്ടോ. നമ്മൾ കാന പറഞ്ഞില്ലേനോ, കാന കാന آه കോൺജുഗേറ്റ് ചെയ്തില്ലേനോ, കാന കാന കാനു കുന്ത കുന്തി കുന്തും, അതാണ് അനക്കുൻത്. بكون. അനക്കുൻത് ഞാനായിരുന്നു. അന ബക്കൂൻ ഫാളി. അന ബക്കൂൻ ഫാളി. أنا بكون فاضي كل ബക്കൂൻ يوم. എന്നാൽ ബക്കൂൻ I will be. ബി എന്നുള്ളത് ഐ വിൽ ബി. ഐ വിൽ ബി. بكون. ബക്കൂൻ 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 ഐ വിൽ ബി. അൽ ബി അന ബക്കൂൻ ഫാളി ബുക്ര സബാഹൻ. നാളെ രാവിലെ എനിക്ക് ഫ്രീ ആയിരിക്കും, ഞാൻ ഫ്രീ ആയിരിക്കും. ഐ വിൽ ബി ഫ്രീ. അന ബക്കൂൻ ഫാളി. അപ്പൊ ഞാൻ എല്ലാ ദിവസവും അസറിന് ശേഷം, അസർ ഈവനിങ് 5 മണിക്ക് ശേഷം ഫ്രീ ആകും എന്നങ്ങനെ പറയാം. ഒന്ന് പറഞ്ഞു നോക്കി. كل يوم أنا بكون فاضي بعد الظهر. അയവ കല്യോ ബക്കൂൻ കേട്ടോ. ഞാൻ വാട്സപ്പിൽ അയച്ച കണ്ടിട്ടോ. آه ബക്കൂൻ. ബക്കൂൻ എങ്ങനെ വരുന്നത്, അതെങ്ങനെ മനസ്സിലായോ? ബക്കൂൻ നിങ്ങളുടെ സംഗതി എന്താന്നുള്ളത്. കാന് ഞാനായിരുന്നു, ബക്കൂൻ ഞാനാകും. അതെ, കറക്റ്റ് കറക്റ്റ്. കാൻ ആയിരുന്നു, പാസ്റ്റ് ആണ്. അതിന്റെ പ്രസന്റ് യക്കൂൻ. യക്കൂൻ. കേക്കൂ. യക്കൂൻ, കാൻ, യക്കൂൻ, ബക്കൂൻ. അതന്നെ. ഇന്ന് നമുക്ക് ജസ്റ്റ് എത്ത ടെക്നിക്ക് പഠിക്കാം. അപ്പൊ എത്ത പാസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെറ്റാക്കി, താത്തു ടെക്നിക്ക്. ഇത് എത്ത ടെക്നിക്ക്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അയച്ചു തന്നിട്ട് അത് എന്ത് ചെയ്യാം, അത് നമുക്ക് ഫോക്കസ് ചെയ്യാം. ലാത്ത ടെക്നിക്ക്, എത്ത ടെക്നിക്ക്. പ്രസന്റിന്റെയും പാസ്റ്റും നമ്മൾ എപ്പോഴും മനസ്സിലായി. നമ്മൾ പാസ്റ്റ് പഠിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ പ്രസന്റും പഠിക്കണം. അപ്പോഴെന്താവുള്ളൂ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എത്ത ടെക്നിക്ക്. റാഹ് യറൂഹ്. അപ്പൊ റൂഹ് എന്നതിന്റെ തൊട്ട് മുന്നേ യാ ചേർത്തി കഴിഞ്ഞാൽ എന്താ അർത്ഥം വരിക? പ്രസന്റ്. പ്രസന്റ് ആവുമ്പോ എന്താണ് അതിന്റെ യറൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പോകുന്നു. യാ എന്ന് പറയുമ്പോ അവനായിരിക്കും. യാ. യാ ഞാൻ അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. യാ അവൻ. താ എന്ന് പറഞ്ഞാൽ നീ ആയിരിക്കും. യാ എക്സാമ്പിൾ കൊടുക്കണം അല്ലെ. സവ്വി. സവ്വി യസവ്വി. യസവ്വി എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു. ഹി ഡസ്. ഹീസ് ഡൂയിങ്. അവൻ ചെയ്യുന്നു. ഹീസ് ഡൂയിങ്. അവൻ ചെയ്യുന്നു. സവ്വി തുസവ്വി. തുസവ്വി എന്നാകുമ്പോ നീ ചെയ്യുന്നു. യു ഡൂയിങ്. യു ആർ ഡൂയിങ്. യു ആർ ഡൂയിങ്. ഉസവ്വി അല്ലെങ്കിൽ അസവ്വി. അസവ്വി എന്ന് പറഞ്ഞാൽ I'm doing. I'm doing. അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യാം, ബ്ലാക്ക് കൊടുക്കാം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തത് കണ്ടോ? ഇല്ല, കിട്ടിയില്ല. അത് കിട്ടി. അല്ല, എക്സാമ്പിൾ കൊടുത്ത് സവ്വി എന്നുള്ളത് ഡു, ചെയ്യുക. സവ്വി. അപ്പൊ നീ ചെയ്തു എന്നുള്ളത് സവ്വയിത്ത. ഞാൻ ചെയ്തു, സവ്വയിത്തു. അവിടെ കണ്ടോ യസവ്വി. യസവ്വി എന്ന് പറഞ്ഞാൽ ഹീസ് ഡൂയിങ്, അവൻ ചെയ്യുന്നു എന്നാണ്. അവൻ ചെയ്യുന്നു. സവ്വി താനാവുമ്പോ നീ ചെയ്യുന്നു. സവ്വി സവ്വി സവ്വി. നീ എന്ത് ചെയ്യുന്നു? എന്ന് പറഞ്ഞാൽ ഞാനാണ്. സവ്വി കണ്ടോ, സവ്വി.
അപ്പൊ ഇതാണ് പ്രസന്റ്. അസ്ഫാന, നിങ്ങൾക്ക് മനസ്സിലായോ എത്ത ടെക്നിക്ക് എന്താന്നുള്ളത്? تسوي أسوي സജീവേട്ടാ, നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ആ, يسوي he is doing, تسوي you are doing, أسوي I am doing. ആയിവ കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ റൂഹ് റൂഹ് എന്നുള്ളതിന് അവൻ പോകുന്നു, അവനിപ്പോ മാർക്കറ്റിലേക്ക് പോവാണ്, എങ്ങനെ പറയാം? يروح إلى سوق. ഇലസൂഖ്, ഇലസൂഖ്. ഇപ്പോൾ എന്ന് എന്താ കൊടുക്കട്ടെ? يروح إلى سوق الحين. അവനിപ്പോ മാർക്കറ്റിലേക്ക് പോകുന്നു. നീ മാർക്കറ്റിലേക്ക് പോവുകയാണോ, എങ്ങനെ ചോദിക്കാം? تروح إلى سوق. അപ്പൊ അതിന്റെ മുമ്പേ നീ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോ എന്താന്ന് ഫസ്റ്റ് കൊടുത്താൽ ഒന്ന് പറഞ്ഞു നോക്കി. أنت تروح إلى سوق. അപ്പൊ അസ്ഫാന ഇതിന് റീപ്ലൈ, അതെ ഞാൻ മാർക്കറ്റിലേക്ക് പോവാണ്, എങ്ങനെ പറയാം? I think أنا أروح أنا أروح إلى السوق. أنا أروح إلى السوق أنا أروح إلى السوق أنا أروح إلى السوق. എത്ര ടെക്നിക്ക് മനസ്സിലായോ അസ്ഫാന? ആ യ അവനാണ്, താ നീയാണ്, ആ എന്ന് പറഞ്ഞാൽ ഞാനാണ്. അങ്ങനെയാണെങ്കിൽ ഷൂഫ് എന്നുള്ളതിന് എന്താ പറയാ? ഷൂഫ് കണ്ടു. കാണുക, നോക്കുക എന്നുള്ളതിനൊക്കെ. അപ്പം അവൻ നോക്കുന്നു, അവനിപ്പം നോക്കുന്നുണ്ട്, എങ്ങനെ പറയാ? തഷൂഫ്. അല്ല താന്നാകുമ്പോ നീ അല്ലേ, യു ആണ്. യശൂഫ് യശൂഫ് യശൂഫ്, കറക്റ്റ്. യശൂഫ് യശൂഫ്. അങ്ങനെയാണെങ്കിൽ നീ അപ്പോ യശൂഫ് ഹൂന പറയണ്ട. യശൂഫ് ഹൂന അവൻ എന്ന് പറയുമ്പോ ശരിക്ക് അവനിലേക്ക് നോക്കാന്നുള്ളതേ ടു ഹിം എന്നല്ല പറയാ. അപ്പൊ യശൂഫ് ഇലൈഹി, ഇലൈഹി എന്ന് കൊടുക്കട്ടോ. ഇല എന്നുള്ള പ്രിപ്പോസിഷൻ ഉണ്ടല്ലോ, ഇല, ഇലേക്ക്, നിന്നിലേക്ക്, ഇലൈ അവനിലേക്ക്. അപ്പൊ യശൂഫ് ഇലൈഹി അവനിലേക്ക് നോക്കാണ്. ഓക്കെ. നീ എവിടക്കാ നോക്കണേ, എങ്ങനത്തെ ചോദിക്കാം? നീ എവിടക്കാ നോക്കുന്നേ? انتم تشوف وين. ക്വസ്റ്റ്യൻ വേർഡ്സ് എവിടെ കൊടുക്കേണ്ടത് ശരിക്കും? وين تشوف انتم. ഒന്നുകൂടി എങ്ങനെ? وين تشوف انتم. വെയിൻ തശൂഫ് എന്തും. എവിടക്കാ നോക്കണേ? നിങ്ങൾ എങ്ങോട്ടാ നോക്കണേ? വെയിൻ എന്നതിനേക്കാൾ ഉഷാറ് ഇലാ വെയിൻ, ടു വേർ എന്ന് കൊടുക്കാം. ഇലാ വെയിൻ തശൂഫ്, ഇലാ വെയിൻ തശൂഫ്, ഇലാ വെയിൻ. നീ എവിടക്കാ നോക്കണേ ഹബീബ്? ഇലാ വെയിൻ തശൂഫ്. നീ എവിടക്കാ നോക്കുന്നത്? ഇലാ വെയിൻ, ടു വേർ എന്നത് കേട്ടോ. വെയിൻ എന്ന് പറഞ്ഞ മാത്രം എന്താ വരിക? വേർ എന്നുള്ള. അപ്പൊ ഇലാ വെയിൻ എന്നുള്ളതിന് ടു വേർ, ഇലാ വെയിൻ. അപ്പൊ നീ എവിടക്കാ പോകുന്നത്, എങ്ങനെ ചോദിക്കാം അസ്ഫാന? എവിടക്കാ നീ എവിടക്കാ പോണേ? നീ ഇപ്പൊ ഇന്ന് രാവിലെ എവിടക്കാ പോണേ നീ, എങ്ങനെ ചോദിക്കാം? പോകുക എന്നുള്ളതിന് ഗോ എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇലവൻ തറു. അതന്നെ, ഇലവൻ ത്രോ. നീ എവിടക്കാ പോകുന്നത്? അതന്നെ, സംഗതി മനസ്സിലായിട്ടുണ്ട്. ഓക്കെ സജീബ് ക, അടുത്തത് മൂന്നാമത്തത്. അവനിപ്പോ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, അങ്ങനെ പറയാം. അവൻ എന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? കറക്റ്റ്. സംഗതി മനസ്സിലായോ? എന്താ റിഫായി ഇന്ന് വൈകിയത് എന്നെങ്ങനെ ചോദിക്കാം? നീ എന്താ ഇന്ന് വൈകിയത്, നിങ്ങൾ എന്താ ഇന്ന് വൈകിയത്, എങ്ങനെ ചോദിക്കാം? വൈ എന്നുള്ളതിന് എന്താ പറയാ? റിഫായി വൈ ലേഷ്. അപ്പൊ നീ എന്താ വൈകിയത്? വൈകുക എന്നുള്ളതിന്, ഡിലേ എന്നുള്ളതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അയ്യോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താണ്. അയ്യോ ലേഷ് ഇന്ന് എന്നുള്ളതിന് നീ ഒന്ന് കൂട്ടി പറഞ്ഞാണി.
ليش انت اخذت اليوم؟ ليش انت تاخرت اليوم حبيبي ليش انت تاخرت اليوم എന്താന്ന് വൈകിയത് ഞാൻ ഇന്ന് എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു എങ്ങനെ പറയാ انا انا شغل شوي. ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഉണ്ടായിരുന്നു كان അതന്നെ ഉണ്ടായിരുന്നു. كان കാൻ انا മാത്രം വന്നു കഴിഞ്ഞാൽ ആയിരുന്നു എന്നാണ് ഉണ്ടായിരുന്നു കാൻ ആയിരുന്നു അപ്പൊ ഉണ്ട് എന്നുള്ളത് എന്താണ് അപ്പൊ കാൻ എന്ത് അത് കൂട്ടി പറഞ്ഞു നോക്കി ക്ലിയർ ആയില്ല, ഒന്നും കൂടി കേൾക്കുന്നില്ല ഒന്നുകൂടെ. വോയിസ് ക്ലിയർ ഇല്ല എന്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ വൺ മിനിറ്റ്. ഓക്കെ എന്താന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളതിനാ എന്താ എന്തൊക്കെ ഓക്കെ. ഇജാസിന്റെയും നിനക്കിന്ന് ഡ്യൂട്ടി ഉണ്ടോ എന്തോ ഇജാസിന്റെയും അവനക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ ആ എന്തിന്റെ തൊട്ട് മുന്നേ കാന ചേർക്കുക കാൻ ആയിരുന്നു എന്താ ഉണ്ട് കാൻ എന്താ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇന്ന് കുറച്ച് ജോലി ഉണ്ടായിരുന്നു അപ്പൊ കാൻ എന്തി കോൺജുഗേറ്റ് كان നമ്മളിപ്പോ പഠിച്ചിരുന്ന ഡാൻസിങ് വേർഡ് അതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി എങ്ങനെ ഡാൻസ്? രണ്ടാമത്തെ ക്ലാസ്സിൽ ഹൂ ഹാ ഹും هو ها هم هي അല്ലെ هي കാക്കീക്കും آكيكم ഈന അല്ല നമ്മള് ഫസ്റ്റ് അവന്റെ അവളുടെ അവരുടെ നിന്റെ നിങ്ങളുടെ എന്റെ നമ്മുടെ എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ ഇസ്മു yes. അവന്റെ പേര് ഇസ്മഹ അവളുടെ പേര് ഇസ്മക് നിന്റെ പേര് ഇസ്മക് എന്താ എന്റെ പേര് അതൊക്കെ ഓക്കെ അത് ഓക്കെ കഴിഞ്ഞ് ഓക്കെ. ഇസ്മി എന്റെ പേര് ഇസ്മാന നമ്മുടെ പേര് അതാണ് ഡാൻസ് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിട്ടൊന്ന് അയച്ചു തരാം കോൺജുഗേറ്റ് ചെയ്യാൻ മനസ്സിലാവാൻ വേണ്ടിട്ടാണ് عندي ആ كان عندي شغل شوي. അവനക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു തന്നെ പറയാം അവനക്ക് كان عنده شغل شوي. അവൾക്ക് ഇന്നലെ കുറച്ച് ഡ്യൂട്ടി ഉണ്ടായിരുന്നു كان عندها شغل شوي. അവർക്ക് ഇന്നലെ കുറച്ച് ഡ്യൂട്ടി ഉണ്ടായിരുന്നു എടാ നീ എന്താ വൈകിയത് എനക്ക് ഇന്നലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നോ അതങ്ങനെ ചോദിക്കാം നീ എന്താ വൈകിയത് എനക്ക് ഇന്നലെ കുറച്ച് ഡ്യൂട്ടി ഉണ്ടായിരുന്നോ ليش انت اخرت؟ انت عندك എന്തിന്റെ മുമ്പ് കുറച്ച് ആ സാധനം ഉണ്ടായിരുന്നോ كان عندك شغل شوي. ايوه ليش تاخذ حبيبي كان عندك شغل شوي എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അടിപൊളി അടിപൊളി ഉഷാ ഓക്കെ അടുത്ത അസ്മാന കെല്ലം ഓക്കെ നീ നീ ഒന്നും ചിന്തിക്കണ്ട ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല നീ ഒന്നും ചിന്തിക്കണ്ട ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല എങ്ങനെ പറയാ ചിന്തിക്കുക എന്നുള്ളതിന് ഫക്കർ അപ്പം നീ ചിന്തിക്കരുത് ലാത്ത ടെക്നിക്ക് നമ്മൾ പഠിച്ചില്ല അല്ലേ പഠിച്ചിരുന്നു നീ ചിന്തിക്കരുത് എന്ന് എങ്ങനെ പറയാം നീ ചിന്തിക്കണ്ട ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല നീ അധികം ഒന്നും ചിന്തിക്കണ്ട انتم لا تفكر കറക്റ്റ് അധികമൊന്നും أتيكم أتيكم كب شيء زيادة لا تفكر شيء زيادة لا تفكر شيء زيادة لا تفكر شيء زيادة അധികം ഒന്നും ചിന്തിക്കണ്ട لا تفكر شيء زيادة شيء زيادة شيء എന്ന് പറഞ്ഞാൽ കാര്യം എന്നതാ شيء زيادة لا تفكر شيء زيادة അധികം ഒന്നും ചിന്തിക്കണ്ട ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല അതെങ്ങനെ പറയാം أنا ما كلمت അതന്നെ കറക്റ്റ് أنا ما كلمت അവരോടുന്നാ അവനോട് أنا ما كلمت ഒന്നും ഞാനോടൊന്നും പറയില്ല أنا ما كلمته എന്നല്ലേ ഞാൻ അവനോട് ഒന്നും പറഞ്ഞില്ല أنا ما كلمته anything أوكي كل شيء كل شيء everything أي شيء ഒന്ന് റിപ്പീറ്റ് ചെയ്താണ് لا فكرت زيادة زيادة أنا ما كلمته أي شيء أيوة
ലാ തഫക്കർ ഷൈ സിയാദ ഹബീബി, ലാ തഫക്കർ ഷൈ സിയാദ അന തകല്ലംതു ഐ ഷൈ, ഞാൻ ഒന്നും പറഞ്ഞില്ല, അധികം ചിന്തിക്കണ്ട. അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ്. അടുത്തത് സജിക, അവന് ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട്. ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാൻ. അവൻ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാൻ. അങ്ങനെ പറയാം. ഹു റാഹ് ഇല മത്തം. അയ്വ, അവൻ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാൻ. യജീബ് ഫുത്തൂർ. അത് ഓക്കെയാണ്. ലാ ലാ അതിൽ നമ്മളൊരു കണക്റ്റിംഗ് കോഡ് ചേർക്കുന്നുണ്ട്. എന്തിന് ആ കണക്റ്റിംഗ് കോഡ് കൊടുക്കി? ലാ യജീബ് ഫുത്തൂർ. നമ്മള് വേറെ സംഗതി ഇല്ല. ആഷാനും മിൻഷാനും. ആഷാൻ എന്നത് ബിക്കോസ് ആണ്. മിൻഷാൻ എന്നത് മിൻഷാൻ ഉപയോഗിക്കാം. മിൻഷാൻ യജീബ് ഫുത്തൂർ. അയവ, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ അവന് ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാൻ. ഹു റാഹ് ഇല മത്തർ മിൻഷാൻ ഹു റാഹ് ഇല മത്താം മിൻഷാൻ യജീബ് ഫുത്തൂർ. അയവ, മിൻഷാൻ യജീബ് ഫുത്തൂർ. അടിപൊളി. ഓക്കെ. സർ, അപ്പൊ റാഹ് എന്ന് പറഞ്ഞാൽ അത് പ്രസന്റ് അല്ല, പോയി, അവന് പോയിട്ടുണ്ട് എന്നല്ല പറഞ്ഞേ, പാസ്റ്റ് ആയില്ലേ. ആ. നമ്മള് അഷാൻ എന്ന് പറയുന്നത് കാർ എന്നുള്ളതിനാണ്. അഷാൻ ഞാന് ഇന്നലെ വന്നിട്ടില്ല, കാരണം എനിക്ക് പനിയായിരുന്നു. അഷാൻ, അവിടെ അഷാൻ ബിക്കോസ് എന്നല്ല, കാരണം ബിക്കോസ് മരിയുന്നു, ഞാൻ രോഗിയായിരുന്നു. മിൻഷാൻ എന്ന് പറഞ്ഞാൽ അത് കാരണമായിട്ട്. അപ്പം എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉദാഹരണം വന്നിരുന്നത്? മിൻഷാന് മഴയായോണ്ട്. അതല്ല, എന്തായിരുന്നു ഇപ്പൊ ലേറ്റ് ആയി ഡ്യൂ ടു എന്നല്ല, മിൻഷാൻ ഡ്യൂ ടു കാരണം, അത് കാരണമായിട്ട്. അപ്പം എന്തിനാ അപ്പം അവന് ഇവിടേക്ക് പോയത്, ഹോട്ടലിലേക്ക് പോയത്? കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മിൻഷാൻ ജീബ്, കൊണ്ടുവരാൻ. മിൻഷാൻ ജീബ് മിൻഷാൻ ജീബ്. അതൊരു കാരണമല്ല, അതിനാണ് പോയത്. മിൻഷാൻ ജീബ് ഫുത്തൂർ. നിഫായി മനസ്സിലായോ മിൻഷാൻ എന്നുള്ളത്? അത് മനസ്സിലായി. റുഹ്ത, അതാണ് ചോദിച്ചത്. റാഹ് എന്ന് പറഞ്ഞാൽ പോയി എന്നല്ലേ? അവന് പോയി, അവന് റെസ്റ്റോറന്റിലേക്ക് പോയിട്ടുണ്ട് ഫ്രൂട്ട്സ് കൊണ്ടുവരാൻ. കണ്ടോ, പോയി എന്നത് പാസ്റ്റ് ആയി. അവന് റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാൻ. അപ്പൊ പോയി എന്ന് പറഞ്ഞത് പാസ്റ്റ് ആയി. പോകുന്നു എന്നല്ലല്ലോ പറഞ്ഞേ. അപ്പൊ റുഹ്ത എന്ന് പറഞ്ഞാൽ പോകുന്നു. എന്തായി? ടാ ടെക്നിക്ക്, താത്തു ടെക്നിക്ക് ആവും. ടാ നീ ചെയ്ത കാര്യമായിരിക്കും. റഹ്ത, നീ പോയി എന്നാണ്. അവനല്ലേ അതിന്റെ റാഹ യറൂഹ് എന്നല്ല, റാഹ എന്നുള്ള ബേസ് ഫോം. റാഹ് അവൻ പോയി, യറൂഹ് അവൻ പോകുന്നു. മനസ്സിലായില്ല? അത് ഞാൻ ജസ്റ്റ് അതിന്റെ ഞാൻ അയച്ചു തരാം. ഫോർമാറ്റിന്റെ അയച്ചാൽ മനസ്സിലാവും. സംഗതികൾ റൂഹിലേക്ക് ചിന്തിച്ചിട്ടാണ് ആ പ്രശ്നം വന്നത്. അറബി ഭാഷയിൽ എല്ലാത്തിന്റെ പാസ്റ്റ് ആണ് ഫസ്റ്റ്. നമ്മളെ ഇംഗ്ലീഷിലൊക്കെ വരുന്നത് പ്രസന്റ് പാസ്റ്റ് എന്നാണ്. വർക്ക് ജോലി ചെയ്യുന്നു, ജോലി ചെയ്തു. പക്ഷെ അറബിയിൽ അങ്ങനല്ല, ജോലി ചെയ്തു. ആ ജോലി ചെയ്തു എന്ന് പറഞ്ഞ ആ ബേസ് ഫോം തന്നെ അവൻ ജോലി ചെയ്തു എന്നുള്ളതാണ്. ഞാൻ അതിന്റെ ഫോർമാറ്റ് അയച്ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ മുമ്പ് കോൺജുഗേറ്റ് ചെയ്ത സംഗതിയാണ്. എന്നിരുന്നാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അയക്കാം. അതെ, കറക്റ്റ്, അതന്നെ.
ഞാനിപ്പോ അന്ന് അയച്ചു നോക്കി, ഉസ്മാനെ കാണുന്നുണ്ടോ? ഉം. ആ, അതിൽ കണ്ടോ ഊ ഫോർമാറ്റ് വരുന്ന സംഗതി. ഊ ഫോർമാറ്റ് ആവുമ്പോ അതിന്റെ ബേസ് ഫോം എന്താണ്? റാഹ് യറൂഹ്. റാഹ് എന്നുള്ളത് പാസ്റ്റ് ആണ്, അവൻ പോയി. യറൂഹ് അവൻ പോകുന്നു. ഓക്കെ. അതൊന്ന് കോൺജുഗേറ്റ് ചെയ്തിട്ട് റൊഹ്ത നീ പോയി. അതാണ് താത്തു ടെക്നിക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. റൊഹ്ത നീ പോയി, റൊഹ്തു ഞാൻ പോയി. ഇലവൻ റൊഹ്ത് ഹബീബി അംസ്. ഇന്നലെ എവിടുക്കാ പോയത്? ഇലവൻ ടു ഇലവൻ റൊഹ്ത് നീ എവിടുക്ക ഇന്നലെ പോയത്? ഹബീബി അന റൊഹ്തു ഇലൽ മത്അം ഞാൻ റെസ്റ്റോറന്റിലേക്കാ പോയത്. റൊഹ്തുൽ മക്തബ്. ഹു റാഹ് അവൻ പോയി. ഹു റാഹ് മിൻഷാൻ യജീബ് ഫുതൂർ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാൻ പോയി. ഓക്കെ. ഇരിഫായി മിൻഷാൻ മനസ്സിലായോ? അത് കാരണം എന്നല്ലേ എന്നെങ്ങനെയാണ്? ഡ്യൂ ടു എന്നാണ് ഒരു ചിലപ്പോ നമ്മൾ പറയും ഞാൻ എന്ത് മഴ കാരനായിട്ട് ഞാൻ ഓഫീസിലേക്ക് വൈകി. അന തഹർത്തു മിൻഷാൻ മത്തർ. മിൻഷാൻ ഉപയോഗിക്കാം. മറ്റത് ഞാൻ അസുഖമായിരുന്നത് കൊണ്ട് ബിക്കോസ് ഞാൻ രോഗിയായിരുന്നു, അവിടെയാണ് ആഷാൻ ഉപയോഗിക്കുക. മിൻഷാൻ ഉള്ളത് അത് കാരണമായിട്ട്. طيب. ഓക്കെ, طيب. ഇന്ന് ഇന്ന് 10 മണിക്ക് അവൻ എയർപോർട്ടിലെത്തും. സോറി, എത്തുന്നു വേണ്ട, അത് ഫ്യൂച്ചർ ആയിപ്പോ അല്ലേ. അവൻ എല്ലാ ദിവസവും ഓഫീസിലേക്ക് വൈകുന്നു. എങ്ങനെ പറയാം? ഈ എല്ലാ ദിവസവും നമ്മള് ഇംഗ്ലീഷിലെ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയില്ലേ? ഹാബിച്വൽ ആക്ഷൻ മനസ്സിലായിട്ടില്ലേ? എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം. അപ്പം അവൻ എല്ലാ ദിവസവും വൈകുന്നു എന്നുള്ള ഇംഗ്ലീഷിൽ പറയാം ഹി ഡിലേസ് അല്ലെ? ഹി ഡിലേസ്. അവൻ എല്ലാ ദിവസവും വൈകുന്നു. അതുപോലെ തന്നെയാണ് അറബിയിലും. അവൻ എല്ലാ ദിവസവും ഓഫീസിലേക്ക് വൈകുന്നു. അപ്പൊ എങ്ങനെ പറയാ റിഫായി? തഅഖർ എന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് നോക്കി. തഅഖർ. അപ്പം അവൻ ചെയ്യുന്നു. എത്ര ടെക്നിക്ക് ഉപയോഗിച്ചത്? യാ എന്നത് അവനാണ്, താ എന്നുള്ളത് നീയാണ്, ആ എന്നുള്ളത് ഞാനാണ്. അപ്പം അവൻ ഓഫീസിലേക്ക് എല്ലാ ദിവസവും വൈകുന്നു. എങ്ങനെ പറയാം? അവൻ എല്ലാ ദിവസവും ഓഫീസിലേക്ക് വൈകുന്നുണ്ട്. ഹലോ, സ്റ്റക്കായോ? ഹലോ, നെറ്റ് കഴിഞ്ഞു. നിങ്ങൾ ഹലോ. ഓക്കെ കേൾക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കി. هو يتأخر كل يوم إلى المكتب. هو يتأخر كل يوم إلى المكتب. هو يتأخر كل يوم. നീ എന്താ എന്നും വൈകുന്നത് ഇരിഫായി? നീ എന്താ എന്നും ഓഫീസിലേക്ക് വൈകുന്നത്? എങ്ങനെ ചോദിക്കാം? നീ എന്താ എന്നും ഓഫീസിലേക്ക്? أنت تأخرت في المكتب؟ لا ليش انت تتأخر كل يوم؟ ليش انت تتأخر كل يوم? എന്താ നീ എല്ലാ ദിവസവും വൈകുന്നത്? കണ്ടോ? ഒന്ന് റിപ്പീറ്റ് ചെയ്താണി. ردد. ليش انت تتأخر كل يوم؟ ليش انت اخرت اليوم؟ ليش انت تتأخر എന്നുള്ളതാണ് വേർബ്. അപ്പം അത് പ്രസന്റ് ആക്കുമ്പോൾ എത്ര ടെക്നിക്ക് ഉപയോഗിക്കുന്നു? തഅഖർ യതഅഖർ അവൻ വൈകുന്നു. തഅഖർ തതഅഖർ നീ വൈകുന്നു. തഅഖർ അതഅഖർ ഞാൻ വൈകുന്നു. യത്ത യാ അവൻ, താ നീ, ആ ഞാൻ. അതഅഖർ ഹബീബി അന അതഅഖർ കുൽ യൗം അശാൻ എനിക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ട്. കാന അൻദി കുൽ യൗം ശുഗ്ൽ ഫിൽ മക്തബ്. എല്ലാ ദിവസവും എനിക്ക് ഓഫീസിൽ ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വൈകുന്നത്. ഹബീബി അന അതഅഖർ കുൽ യൗം എന്ന് പറയാം. ഞാൻ ഹബീബി അന അതഅഖർ കുൽ യൗം ഞാൻ വൈകുന്നത് അശാൻ കാരണം
كان عندي എനിക്കുണ്ട് كان عندي كل يوم شغل في المكتب മനസ്സിലായോ تأخر എന്നുള്ളത് طيب تمام تمام خير خير جميل جميل ഇനിയിപ്പം സജീവ നിങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണോ എങ്ങനെ ചോദിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണോ? നിങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണോ In the Takil, in the Takil, in the Takil Futur. انت تاكل فطور الهي ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണോ അല്ല ഞാൻ In the ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല്ല എങ്ങനെ അസ്ഫാന പറയാ لا أنا ما آه، കറക്റ്റ് أكلت അക്കൽക്കല്ല فطور പാസല്ല കഴിക്കുകയല്ല പ്രസന്റ് ആണ് കഴിച്ചിട്ടില്ല എന്നല്ല കഴിക്കുകയല്ല എത്താ ടെക്നിക്ക് തന്നെ മതി അക്കൽ അവിടെ രണ്ട് ആക്കൽ എന്നതിന് രണ്ട് ആകുന്നാൽ എന്താ എങ്ങനെ വരിക ആക്കൽ آكل അക്കൽ ഫുത്തൂർ അൽഹീൻ എന്നോട് പറയണേ أنا ما آكل فطور الحين انا ما اكل فطور الحين لا انا ما اكل فطور ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല്ല ഞാനിപ്പം ഡിന്നറാ കഴിക്കുന്നത് എങ്ങനെ പറയാ آه، പക്ഷെ ഞാൻ ഇപ്പം ഡിന്നർ لكن أنا أنا الحين لكن انا اكل ഡിന്നറിന് എന്താണ് അഷ അഷ എന്ന് പറഞ്ഞ ഡിന്നറാണ് ആശ ഓക്കെ ഫുത്തൂർ ഗദ അഷ മനസ്സിൽ വേണേ ഫുത്തൂർ ഗദ അഷ ഫുത്തൂർ അതാ ഗദ عائشة അഷ അഷ ഓക്കെ ഓക്കെ അഷ ഡിന്നർ ഫുത്തൂർ അപ്പൊ ഞാനിപ്പം ഡിന്നറാ കഴിക്കുന്നത് എങ്ങനെ പറയാം أنا الحين أكلت عشاء ഓക്കെ അക്കൽത്തു എന്നാണോ ഫാസ്റ്റ് അല്ല أكل أكل ആക്കിൽ ആക്കിൽ الحين ആക്കിൽ അല്ല الحين ആക്കിൽ അഷ ഞാനിപ്പോ ഡിന്നറാ കഴിക്കുന്നത് അടിപൊളി ഓക്കെ റിഫായി ഞാൻ ഡിന്നർ കഴിച്ചു ഞാനിപ്പം ഉറങ്ങാൻ പോവാണ് ഞാൻ ഡിന്നർ കഴിച്ചു ഞാൻ ഉറങ്ങാൻ പോവാണ് أنا تعشيت അയ്യോ أنا أنا راح റാഹിന്റെ പോകുന്നു പോകുന്നു റാഹ് എന്നുള്ളതിന്റെ പ്രസന്റ് ആകുമ്പോൾ എന്താ വേണ്ടേ راح അറോഹ് അയ്യോ റാഹ് അറോഹ് അറോഹ് أنا راح إلى إلى النائمة നോ 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 എന്നതിന് ഉറങ്ങും إلى النوم നോ ഇല്ല നോ അല്ലെങ്കിൽ ലിന്നോ അല്ലെങ്കിൽ ലിന്നോ അറോഹ് ലിന്നോ ഞാൻ ഉറക്കിലേക്ക് പോവാണല്ലേ ഞാൻ ഉറങ്ങാൻ പോവാണ് ഓർ أنا راح إلى النوم طيب انا اروح للنوم انا تعشيت حبيبي انا تعشيت انا اروح للنوم ഞാൻ ഉറങ്ങാൻ പോവാണ് ഞാൻ ബ്രേക്കിൽ ഞാൻ ഡിന്നർ കഴിച്ചിട്ടില്ല تعشي انا اروح للنوم انا اروح للنوم أنا راح للنوم طيب ഓക്കെ എത്ര ടെക്നിക്ക് ഓക്കെ അല്ലേ ഇത് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി എന്നാൽ തന്നെ മനസ്സിലാവും നമ്മള് താത്തു ടെക്നിക്ക് മാറാൻ പാടില്ല എത്ത ടെക്നിക്കും താത്തു നമ്മ പാസ്റ്റ് ആണ് പ്രസന്റ് ആവുമ്പോ എത്താണ് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എത്താന്ന് പറയാം യാ എന്ന് പറഞ്ഞാൽ അവനാണ് താ നീയാണ് ആ ഞാനാണ് ഏത് വേർബ് കിട്ടിയാലും അങ്ങനെയാണ് ഇഷ്ടകൽ നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത പാസ്റ്റ സെർച്ച് ചെയ്തിട്ടുണ്ട് നമുക്കൊരു വേർബ് വേണം പഠിച്ചു അപ്പൊ എന്താ ജസ്റ്റ് എന്ത് ചെയ്യാം ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ സ്റ്റഡി പഠിച്ചു അപ്പം അതിന്റെ ട്രാൻസ്ലേഷൻ വരും ദറസ് അപ്പം ദറസ് ഞാൻ പഠിച്ചു അനദറസ് ഞാൻ പഠിച്ചു ഞാനിപ്പോ പഠിക്കാൻ അദ്റസ് എത്താ ടെക്നിക് ഞാൻ അദ്റസ് ഞാനിപ്പോ പഠിക്കുന്നു തഅല്ലം അങ്ങനെ തഅല്ലം എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് പഠിക്കാൻ അല്ലം
അറ്റഅല്ലം ഞാൻ പഠിക്കുന്നു, തഅല്ലംത് ഞാൻ പഠിച്ചിട്ട്, തഅല്ലംത് അൽ-ലഗൽ അറബിയ ഞാൻ അറബി ഭാഷ പഠിച്ചിട്ടുണ്ട്. അന അൽഹീന തഅല്ലം അൽ-ലഗൽ അറബിയ ഞാനിപ്പം അറബി ഭാഷ പഠിക്കുകയാണ്. അറ്റഅല്ലം തഅല്ലം തഅല്ലംതു യതഅല്ലം അതഅല്ലം. സജീവിക്കാൻ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ താലം സ്റ്റഡി, എത്താലം അവൻ പഠിക്കുന്നു, അത്താലം ഞാൻ പഠിക്കുന്നു. കറക്റ്റ് കറക്റ്റ്. ഇനി നമുക്ക് വേർബിലേക്ക് പോകണം. എന്താ പറയാ, ഫ്യൂച്ചറും പാടെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 300ഓളം വേർബ്സ് ഉണ്ടല്ലോ, ആ വേർബ്സ് കൊണ്ടുവന്നിട്ട് കോൺജുഗേറ്റ് ചെയ്യണം, കുറച്ച് സെന്റൻസ് ഒക്കെ മേക്ക് ചെയ്തിട്ട്. ഓക്കെ طيب ഓക്കെ طيب ഇൻഷാ അല്ലാഹ് ഇല ലിഖാ മഅ السلامة. السلام عليكم. ليلة سعيدة. ليلة سعيدة لذيذة إن شاء الله.